ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാലിയിൽ എങ്ങനെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അതുപോലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും നമുക്ക് പരിചയപ്പെടാം. ഇതിനു മുമ്പ് കമ്പനി ക്രിയേഷൻ, സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റി, അതുപോലെ ഫീച്ചേഴ്സ് ഓൾട്ടറേഷൻ എന്നിങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ടാലിയിൽ ഓൾറെഡി ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ്സും അതുപോലെ സബ് ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേഷൻ എന്നുള്ള ടേബിൾ വന്നു. ഇതിൽ നമുക്കിവിടെ സാലറി എന്നൊരു ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കൺട്രോൾ എ കൊടുത്ത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിൽ പോസ്റ്റേജ് ആൻഡ് കൊറിയർ എന്നുള്ളൊരു സബ് ഗ്രൂപ്പ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കൺട്രോൾ എ കൊടുത്ത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത സബ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക. അവിടെ മാസ്റ്റേഴ്സിൽ ഓൾട്ടർ ചൂസ് ചെയ്യുക. അക്കൗണ്ടിങ് മാസ്റ്ററിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സാലറിയാണ്, ഈ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ സാലറിയാണ് മാറ്റുന്നത്. സാലറി ചൂസ് ചെയ്യുക. സാലറി എന്നുള്ള ഗ്രൂപ്പ് നെയിം നമ്മൾ മാറ്റുകയാണ്. പകരം സാലറി ഓഫീസ് സ്റ്റാഫ് എന്നുള്ള ഗ്രൂപ്പ് നെയിം നമ്മൾ ഓൾട്ടർ ചെയ്ത് കൊടുക്കുന്നു. ഓഫീസ് സ്റ്റാഫ് ഓൾട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ ആയി കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓൾട്ടർ ചെയ്ത സാലറി എന്ന ഗ്രൂപ്പ് സാലറി ഓഫീസ് സ്റ്റാഫ് എന്നുള്ള പേരിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പരിചയപ്പെടാം. അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് നമുക്ക് പോയി ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നു. ഇവിടെ ഓൾ ടച്ച് എന്നുള്ള കീ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് മൾട്ടി മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഇതിൽ അവൈലബിൾ ആകും. ഇതിൽ മൾട്ടി ക്രിയേറ്റ് നമ്മൾ എടുക്കുക. ലിസ്റ്റ് ഓഫ് മൾട്ടി മാസ്റ്റേഴ്സിൽ നിന്നും മൾട്ടി ക്രിയേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ അണ്ടർ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു, ഓരോ സബ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതും ഓൾട്ടർ ചെയ്തതും. ഇവിടെ നമുക്ക് ഒരുമിച്ച് ഒന്നിലധികം സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇതിൽ തന്നെ നമ്മൾ സാലറി, അതുപോലെ തന്നെ പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അതുപോലെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്നിങ്ങനെ 3 സബ് ഗ്രൂപ്പ്സ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓരോന്നായി ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരുമിച്ച് 3 സബ് ഗ്രൂപ്പ്സ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു. കൺട്രോൾ ആയി കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ആയി നമുക്ക് വീണ്ടും ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ മൾട്ടി ക്രിയേറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് നോക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് പകരം ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പ് എടുത്തു. അത് നമുക്ക് സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. വേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കൂടുതൽ ആവശ്യമുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മൾട്ടി ക്രിയേറ്റിൽ പോയിട്ട് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും അടുത്ത ഒരു മൾട്ടി ക്രിയേറ്റിൽ നിന്നും അടുത്തൊരു അണ്ടർ ഗ്രൂപ്പിൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് തമിഴ്നാട് ഒരു പുതിയ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ തമിഴ്നാട് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് കർണാടക കൊടുക്കാം.
നമുക്കറിയാൻ എളുപ്പത്തിനാണ് നമ്മൾ ഓരോ സബ് ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ നമ്മൾ ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസിൽ ചെയ്തു. ഇനിയിപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൽ നമ്മൾ 3 സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് തമിഴ്നാട്, സൺട്രി ക്രെഡിറ്റേഴ്സ് കർണാടക, സൺട്രി ക്രെഡിറ്റേഴ്സ് തെലങ്കാന. നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് സൺട്രി ഡെറ്റേഴ്സിൽ നമുക്ക് പുതിയ സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. സൺട്രി ഡെറ്റേഴ്സിൽ നമുക്ക് പുതിയ സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. സൺട്രി ഡെറ്റേഴ്സ് തമിഴ്നാട്, നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓരോ പ്രൈം ഗ്രൂപ്പിലും. ഒരുപാട് സെയിൽസ് ട്രാൻസാക്ഷൻ, പർച്ചേസ് ട്രാൻസാക്ഷനുള്ള കമ്പനികളിൽ ഇപ്പോൾ മേൽ പറഞ്ഞ പ്രകാരം സൺട്രി ഡെറ്റേഴ്സിലും സൺട്രി ക്രെഡിറ്റേഴ്സിലും സബ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് വൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്കതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്ലേസിനനുസരിച്ചുള്ള ഡെറ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും തിരിച്ചറിയാനും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് കണ്ടു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതുപോലുള്ള യൂസ്ഫുൾ ആൻഡ് അപ്ഡേറ്റ് വീഡിയോസിനായി കാഫേ ടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.